വന്നു? അച്ഛന് നമ്മൾ പുതുതായി വാങ്ങിച്ച തെന്മലയിലുള്ള എസ്റ്റേറ്റിൽ പോണം. അതിനടുത്തുള്ള കൂപ്പിലും പോണം. ആ മോള് പോയി മേശപ്പുറത്ത് നിന്ന് അച്ഛന്റെ കാറിന് സ്വിച്ച് കഴിഞ്ഞെടുത്തുണ്ടോ? എന്നെയും കൂടെ കൊണ്ടുപോകണം. മോളെ അമ്മയും അടുത്ത ഞായറാഴ്ച കൊണ്ടുപോകും. എനിക്കില്ലേ എന്തോന്നു മൂക്ക് കൊടുത്തത്? അപ്പൊ അകത്ത് വെച്ച് തന്നോ? ഇനി വേണം? അയ്യോ വേണ്ട. മോള് പോയി വാച്ചറോട് ഗേറ്റ് തുറക്കാൻ പറ. ഇരുട്ടുന്നതിന് മുമ്പ് വരണേ. പിന്നെ തുറക്കാം. കണ്ട അമ്മ കഥകളി മുദ്ര കാണിച്ചു, മോളും അതുപോലെ തന്നെ കാണിക്കും. നമ്മൾ അന്നും ഇന്നും പൊട്ടം തന്നെ. ടാറ്റാ. നിങ്ങൾ ആരാ? കുറുപ്പ്. കുറുപ്പോ? ഓ, പന്തളത്തുകാരൻ കുറുപ്പെന്ന് പറഞ്ഞ എല്ലാവരും അറിയേ. ഞാനിത് ഈയിടെ വാങ്ങിയ തോട്ടമാണ്. ഈ തോട്ടം നോക്കാനും വീടൊക്കെ വാരി വൃത്തിയാക്കി സൂക്ഷിക്കാനും ഒരാളെ കിട്ടിയാൽ കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളാം മുതലാളി. നിങ്ങൾക്ക് റബ്ബറിനെ പറ്റി വല്ലതും അറിയാവോ? എനിക്ക് റബ്ബറിനെ പറ്റിയേ അറിയാവൂ. ഞാൻ വലിയ നിലയിലൊക്കെ കഴിഞ്ഞവനാ. 10 മൂട് റബ്ബറൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എല്ലാം കടം കയറി നശിച്ചു. ഒടുവിൽ ഈ മലയെ വന്ന് കയറി. ആ കാണുന്ന തോട്ടത്തിലെ ചെരുവിലെ കുടിലില്ല എന്റെ താമസം. ഈ തോട്ടത്തിൽ കന്നുകാലി ശല്യം വളരെ കൂടുതലാണ്. അതൊക്കെ നോക്കണം. പന്തളം കുറുപ്പിന്റെ നോട്ടത്തിലാണ് ഈ തോട്ടം നിറഞ്ഞ ഒരു കോഴിക്കുഞ്ഞു പോലും കയറത്തില്ലേ. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. ഓ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. ഓ, ഞാൻ വരുമ്പോ ഒന്ന് വിശ്രമിക്കാൻ ഒരു മുറി വൃത്തിയാക്കി പൂട്ടിയിട്ടേക്കണം. ഓ. എന്ത് ശമ്പളം വേണം? മുതലാളിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. 300 രൂപ മാസം തരും. ഒരു വാച്ചറുടെ ജോലിയാണ് നിങ്ങൾക്ക്. സകല ജോലി ഞാൻ നോക്കിക്കോളാവേ. ശരി, എന്നാൽ ഇപ്പൊ തന്നെ താക്കോൽ തന്നേക്കാം. രൂപ വല്ലതും വേണോ? മുതലാളിയുടെ ഇഷ്ടം. ഇല്ലേ, എന്നെ മുതലാളി എന്നൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. സാറെന്ന് വിളിച്ചാൽ മതി. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിന് വേറെ കൂലി കൊടുക്കാം. ഒന്നും കൊടുക്കണ്ട പോലെ. അല്ല സാറേ, എന്റെ മോള് നോക്കിക്കോളൂ. മോളോ? അതെ, എന്റെ മോള് എന്റെ കൂടെ താമസം. നല്ല സ്വഭാവ ഗുണമുള്ള നല്ല തങ്കപ്പെട്ട വേണ്ട. എന്ത് പ്രായമുണ്ട്? 18 കഴിഞ്ഞു. അതൊരു കുഴപ്പമാണല്ലോ കുറുപ്പേ. എന്താ സാറേ? ഒന്നുമില്ല, എല്ലാം വേണ്ടതുപോലെ നോക്കിക്കൊള്ളണം. ഓ, സാറിപ്പോ എങ്ങോട്ടാ? ഇതിന്റെ താഴെ ഞാനൊരു കൂപ്പ് എടുത്തിട്ടുണ്ട്. ഓ, അവിടെ പണി നടക്കുന്നു. ഓ, സന്ധ്യയ്ക്ക് മുമ്പേ ഞാനിഞ്ഞ് വരും. ആ വണ്ടി ഒന്ന് നോക്കണം. ഓ, നോക്കിക്കോളാം. എന്താ പാപ്പി? ഇതാണ് സെൻട്രൽ ടിമ്പേഴ്സിന്റെ മുതലാളി, അറിയാമല്ലോ. പിന്നെ ശരി, പറഞ്ഞ പോലെ 10 ലോഡിന്ന് കയറ്റി അയക്കാം. ഞാൻ പറഞ്ഞ എമൗണ്ടിങ് കൊടുത്തയക്കണേ. ശരി. എങ്ങനെയുണ്ട് പാപ്പി, ജോലിയൊക്കെ നടക്കുന്നു? സാറിനെ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. ആന ഇവിടെ ഉള്ളപ്പോ ഞാനെന്തിനാടും വിഴിഞ്ഞ. നമ്മൾ പുതുതായി സ്ലോട്ടർ എടുത്ത എസ്റ്റേറ്റില് എന്റെ കൂടുതൽ ശ്രദ്ധ വേണം. 500 ഏക്കർ 6 മാസത്തിനകം തീർത്തു കൊടുക്കാന്ന് ഞാൻ ഏറ്റിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റില് ഞാനൊരു വാച്ച്മാനെ നിയമിച്ചു. അത് നന്നായി. പിന്നെ നമ്മുടെ ലോറിയിൽ 2 പണിക്കേറ്റിരിക്കുക. 2 ചേസിനോട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ജീഷനാരെ എന്തോ ആനയ്ക്ക് ക്ഷീണമാണല്ലോ കുഞ്ഞീഷനാരെ. ജോലി കൂടുതലാണേ. വേണ്ട വേണ്ട, അവനെ കൊണ്ട് കടുപ്പുള്ള പണി ഒന്നും ചെയ്യിക്കണ്ട.
ഹേമ ഇപ്പൊ ഇവനെ കണ്ട എന്നെ വീട്ടിൽ കയറ്റിയ വേണേ കൂലിക്ക് 2 ആനയെ കൂടെ വിളിച്ചു. ഞാനും അത് വിചാരിച്ചു. കുഞ്ഞേഷന്നാരെ കഴിഞ്ഞ 1-ാം തീയതി എന്താ ആനയെ വീട്ടിൽ കൊണ്ടുവരാഞ്ഞ? ഇവിടെ ജോലി കൂടുതലുണ്ടായിരുന്നേ. എന്ത് ജോലി കൂടുതലുണ്ടായാലും ശരി 1-ാം തീയതി രാവിലെ ആനയെ മുറ്റത്ത് കാണും. കഴിഞ്ഞ 1-ാം തീയതി രാവിലെ ഹേമ പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിപ്പായിരുന്നു. ഇത് ലക്കത്തിലും കഷ്ടമാണ് ലതിമോളുടെ കാര്യം. ഗിരീഷ് എന്തിയച്ചാന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പാപ്പി ഇവൻ എന്താ ഒന്ന് കൊടുക്കുക, കുറച്ച് ശർക്കര വാങ്ങിപ്പി. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. കുറുപ്പ് വളരെ വേഗം എവിടെയൊക്കെ വൃത്തിയാക്കിയല്ലോ. ഒരു കാര്യം ഇനി ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നടത്തും. അത് എന്റെ ഒരു നിഷ്ഠയായി പോയി. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനായി പോയില്ലേ സാറേ? കഴിവറമോടാ നിന്റെ മുട്ടിയാണ് ഓടിക്കുന്നത്. കുറുപ്പേ അങ്ങനെയൊന്നും പറയണ്ട. മേലാൽ ഈ തോട്ടത്തിൽ കൂടെ ഒരുത്തം വഴി നടന്നാൽ 12 കുറിപ്പിന്റെ തലവരപ്പ കാണും. എന്താ ഇത് കുറുപ്പേ? വിരട്ടി വിട്ടില്ലെങ്കിൽ പറ്റില്ല. ചിലപ്പം ഞാൻ അടു കൊടുത്തൊന്നും ഇരിക്കും. കുറുപ്പ് കുടിക്കുവോ? വല്ലപ്പോഴും ഒക്കെ ഒരു പൊടി. വലിയ നിലയിലൊക്കെ കഴിഞ്ഞതല്ലേ, ശീലിച്ചു പോയി. മോളെ സാറിനൊരു കാപ്പി. വേണ്ട വേണ്ട, കാപ്പിയൊന്നും വേണ്ട. ആദ്യത്തെ ദിവസമല്ലേ, ഞങ്ങളുടെ ഒരു തൃപ്തിക്ക് അവള് തന്നെ ഓടിപ്പോയി കാപ്പിപ്പൊടിയും പഞ്ചസാരയും മേടിച്ചോണ്ട് വന്ന് തിളപ്പിച്ചതാ. മേലിൽ ഇത്തരം സൽക്കാരങ്ങളൊന്നും പാടില്ല. ഇല്ലേ? അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ. മുറിയൊക്കെ തൂത്തുവാരി ഇട്ടിരിക്കാണേ, ഒന്ന് കയറി നോക്കിയാട്ടെ. ആഹാ, പുതിയ ഷീറ്റൊക്കെ വാങ്ങിച്ചോ? ഷീറ്റല്ലേ, പെണ്ണിന്റെ അലക്കി വെച്ചിരുന്ന സാരിയാ. സാറിനൊന്നും ഇരിക്കണമെങ്കിൽ ഇത്തരം പരിചരണങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഷീറ്റും കുഷൻ കവറൊക്കെ വാങ്ങിച്ചോളൂ. ബില്ല് തന്നാ മതി. കാറ് തുറച്ചു തീർന്നില്ല. ആയിക്കോട്ടെ. അച്ഛാ കാപ്പി. ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കുമോളെ, മറ്റു വല്ലവരും ആണോ? നല്ല കാപ്പി. എന്താ പേര്? പൊന്നമ്മ. എത്ര വരെ പഠിച്ചു? ഫൈനൽ ഇയർ BA. എക്സാം എഴുതിയില്ല. അതെന്താ? മദറിന്റെ മരണം കാരണം. അടുത്ത പോലെ എഴുതാമായിരുന്നില്ലേ? ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടും. ഇനി എഴുതിയാ ജയിക്കോ? ഷുവർ. എഴുതിയാൽ ഞാൻ ക്ലാസ് റാങ്കും വാങ്ങും. സമയം വൈകി, ഞാൻ വരട്ടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ. ഓട്ടെ കുറുപ്പേ. ഓ, സാറിന് എപ്പോ വരും? ഞാൻ വല്ലപ്പോഴൊക്കെ വരൂ. ഓ, നമ്മുടെ ശുക്രദശ തെളിഞ്ഞു മോളെ. നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് ഭാര്യ മക്കളും ഇല്ലേ? ഇല്ല, കണ്ടാലറിയാൻ വരെ. മോളെ, അച്ഛൻ പുറത്തേക്കൊന്ന് ഇറങ്ങിട്ട് ഇപ്പൊ അതേക്കാം. കണ്ടമാനം കുടിക്കല്ലേ അച്ഛാ? ഇന്ന് അച്ഛനൊന്ന് മീനുങ്ങും. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോ. എന്തിനാ വെറുതെ കാറിന്റെ ബാറ്ററി കളയുന്നത്?
നമുക്ക് ഗേറ്റിൽ വാച്ച്മാന്റെ ഒരു പ്രതിമ വെച്ചാ പോരെ? നമ്മളെ തമ്മിൽ അടുപ്പിച്ച നമ്മുടെ അരുമ വാച്ചറല്ലേ, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞാനിവിടെ പിടിച്ച് നിർത്തിയത്. ശരി, പോയിക്കോ. Stop! Stop! Left, right! Left! Stop! 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 Left! Right! 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 Left! Right! Right! എന്താ ഇത്ര താമസിച്ചത്? കൂപ്പിൽ സന്ധ്യ വരെ നിന്നു. ലതിമോൾ ഭക്ഷണം പോലും കഴിക്കാതെ അച്ഛനെ നോക്കി ഇരിക്കായിരുന്നു. പാവം ഉറങ്ങിപ്പോയി. അതെന്താ, അവൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വരുന്നില്ല? അച്ഛന്റെ കൂടെ മതിയെന്നും പറഞ്ഞ് കഴിച്ചില്ല.